എവ്രിവൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അതിൽ നമ്മൾ മീനിങ് ഓഫ് ദ വേർഡ് സൈക്കോളജി, അതുപോലെ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി നമ്മൾ 4 പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു, ആൻഷ്യൻ റൂട്ട്സ് ഡിസ്കസ് ചെയ്തു. ദെൻ early influences discuss ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് 19th century ഡെവലപ്മെൻറ്റ് ചെയ്തു അല്ലേ. ദെൻ നമുക്ക് 4th കാറ്റഗറി വരുന്നത് എന്താണ്, 20th century ആൻഡ് ബിയോണ്ട് അല്ലേ. 20th centuryയിലും അതിന് ശേഷവും ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, സൈക്കോളജിയുടെ തിയറിക്കും സൈക്കോളജിക്കും ഒക്കെ ആയിട്ട് അതിന് ശേഷം വന്നിട്ടുള്ള തിയറീസാണ് ഇനി നമ്മൾ നോക്കുന്നത് 20th centuryക്ക് ശേഷം. സോ ഫസ്റ്റായിട്ടൊരു ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫർ ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ് ഫോക്കസ്ഡ് ഓൺ ദ റോൾ ഓഫ് അൺകോൺഷ്യസ് പ്രോസസ്. അപ്പോൾ എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, എന്താണ് ഡെവലപ്പ് ചെയ്തത്? ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായിട്ട് മനോവിശ്ലേഷണം എന്നൊക്കെ പറയും. നമ്മുടെ മനസ്സിനെ പഠിക്കുന്ന, മാനസിക നിലയെ പഠിക്കുന്ന ഒരു തിയറി, അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം. അങ്ങനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഫീൽഡിലോട്ട് വന്നത്. ഹി ഫോക്കസ്ഡ് ഓൺ ദ റോൾ ഓഫ് അൺകോൺഷ്യസ് പ്രോസസ്സ്. അൺകോൺഷ്യസ് അതല്ലെങ്കിൽ നമ്മൾ അബോധാവസ്ഥയിൽ അല്ലേ, അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പെരുമാറുന്ന രീതിയിലേ, നമ്മൾ ഇൻറ്റൻഷനലി മുന്നേ കൂട്ടി തീരുമാനിച്ചിട്ടല്ലാതെ പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ അല്ലേ. നമ്മൾ പെട്ടെന്ന് ഭയം, അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സർപ്രൈസൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ഉണ്ടാവും അല്ലേ. നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്, അൺകോൺഷ്യസ് ആയിട്ടാണ് അല്ലേ. അൺകോൺഷ്യസ് പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ഡിഫറെൻറ്റ് സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തരം സിറ്റുവേഷൻസിനെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് ഓരോ വ്യക്തികൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചൊരു അനാലിസിസ്. അവരുടെ മാനസികപരമായിട്ട് പല ആൾക്കാരും പല മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മനസ്സിനെ പഠിക്കുന്ന, അനലൈസ് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സൈക്കോളജിക്ക് തന്നത്. ഇതിനെ നമ്മൾ ബിഹേവിയറിസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു തിയറിയാണ് എന്ത്, ബിഹേവിയറിസം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഒരു ഫിലോസഫർ ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായത്, ജോൺ ബി വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ എന്താണ് കൊണ്ടുവന്നത്, പ്രൊമോട്ടഡ് ബിഹേവിയറിസം. അദ്ദേഹം എന്താ ചെയ്തത്, നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു തിയറിയിലോട്ട്, ബിഹേവിയറിസം എന്നുള്ള ഒരു കണ്ടെത്തലുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ നിന്ന് ബിഹേവിയറിസം എന്നൊരു തിയറിയിലേക്ക് എത്തി അല്ലേ. ആ ഒരു ബിഹേവിയറിസം എന്ന തിയറിയെ പ്രൊമോട്ട് ചെയ്യാണ് ആര് ചെയ്തത്, ജോൺ ബി വാട്സൺ എന്ന ഫിലോസഫർ. ഫോക്കസിങ് ഓൺ ദ ഒബ്സർവബിൾ ബിഹേവിയർ. അതെന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, ഒബ്സർവബിൾ ബിഹേവിയർ അല്ലേ. നേരത്തെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തികളെ ഒബ്സർവ് ചെയ്ത് അവരുടെ മാനസികപരമായിട്ടുള്ള നിലയെ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിഹേവിയറിസം എന്നുള്ള ഒരു തോട്ടിലോട്ട് എത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ഒബ്സർവബിൾ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹവും എന്ത് ചെയ്തു, ബിഹേവിയറിസം എന്ന ഒരു തിയറിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തതായിട്ട് B.F. സ്കിന്നർ എന്ന പേരുള്ള ഒരു ഫിലോസഫർ കോൺട്രിബ്യൂട്ടഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നുള്ളത്. അതായത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയെ എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്തിട്ട് തിന്മയെ എന്ത് ചെയ്യാണ്, നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി. അതായത് നല്ല കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യും അല്ലേ. നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കും. അതായിരുന്നു സ്കിന്നറുടെ ഒരു സംഭാവന. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്
ഓൾറെഡി നമുക്ക് നന്മ ചെയ്യുമ്പോൾ എന്താണ് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മൾ തിന്മ ചെയ്യാനും മടിക്കും അല്ലേ. തിന്മ ചെയ്യുമ്പോൾ നമ്മളെന്താണ് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ പണിഷ്മെൻറ്റ് മാക്സിമം കുറയ്ക്കുകയും അപ്രീസിയേഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഗുഡ് ഡീഡ്സ് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രേരണാത്മകമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തിയറിയാണിത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. അതിനെ നമ്മൾ മെയിനായിട്ട് പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്യുവർ സൈക്കോളജി എന്താണെന്ന് നോക്കാം. പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഹിസ്റ്ററിയിൽ നമ്മൾ കുറേ ഫിലോസഫേഴ്സിൻ്റെ കണ്ടെത്തലുകളും അവരോരോ സൈക്കോളജിയുടെ ഓരോ പുതിയ രീതിയിൽ പുതിയ ഓരോ കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ അവരത് പുതിയ പുതിയ അപ്ഡേഷൻസിലൂടെ പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ അവരുടെ തിയറീസ് അവരെന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിനെയാണ് നമ്മൾ പ്യുവർ സൈക്കോളജി എന്ന് പറയാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകളിൽ നമ്മൾ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ജനറൽ സൈക്കോളജി. പൊതുവായിട്ടുള്ള സൈക്കോളജി, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡായിട്ട് വരുന്ന മൊത്തത്തിൽ സൈക്കോളജീനെ മൊത്തത്തിലൊന്ന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സൈക്കോളജിയാണ് ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വികാസത്തിൻ്റെ മനഃശാസ്ത്രം അല്ലേ. വികാസം മീൻസ് വളർച്ചയുടെ ഒരു സൈക്കോളജി. അതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്പാരിറ്റീവ് സൈക്കോളജി അല്ലേ. കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസസ് അല്ലേ. പല വ്യക്തികൾ തമ്മിലുള്ള ബിഹേവിയറിൻ്റെ ഡിഫറൻസസ് തരംതിരിച്ചു കൊണ്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ് എന്ത്? കമ്പാരിറ്റീവ് സൈക്കോളജി. ദെൻ നെക്സ്റ്റ് ഈസ് ഫിസിക്കൽ സൈക്കോളജി അല്ലേ. ഫിസിക്കൽ എന്താണ്? ശാരീരികപരമായിട്ടുള്ള സൈക്കോളജി അല്ലേ. ശാരീരികപരമായിട്ടുള്ള നീഡ്സും അതുപോലെയുള്ള കണ്ടെത്തലുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ് എന്ത്? ഫിസിക്കൽ സൈക്കോളജി. ദെൻ സോഷ്യൽ സൈക്കോളജി അല്ലേ. സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി. ദെൻ ചൈൽഡ് സൈക്കോളജി അല്ലേ. കുട്ടികളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് സൈക്കോളജിയുടെ ചൈൽഡ് സൈക്കോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അബ്നോർമൽ സൈക്കോളജി അല്ലേ. അബ്നോർമൽ എന്ന് കേട്ടാൽ തന്നെ അറിയാം നോർമൽ അല്ലാത്ത രീതിയിലുള്ള അല്ലേ സ്വഭാവക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് അബ്നോർമൽ സൈക്കോളജി അല്ലേ. അതായത് അസാധാരണമായിട്ടുള്ള സ്വഭാവക്കാരുടെ കാരെക്കുറിച്ചിട്ടുള്ള തിയറീസൊക്കെ ഇൻക്ലൂഡായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൗൺസിലിംഗ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിയുടെ ഒരു ശാഖയാണ് എന്ത്? അബ്നോർമൽ സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്യുവർ സൈക്കോളജി ഇത്രയാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി അല്ലേ. സൈക്കോളജിയുടെ അനദർ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്യുവർ സൈക്കോളജി പഠിച്ചു അല്ലേ. കുറേ പോയിൻറ്റ്സ് പഠിച്ചു ഏതൊക്കെയാണ് പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അത്തരം നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് ഫിലോസഫേഴ്സിൻ്റെ തിയറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്യുവർ സൈക്കോളജിയുടെ ബ്രാഞ്ചസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു തിയറീസ് നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ സൈക്കോളജിയുടെ തിയറീസൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ മേഖലകളിലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റുന്ന ഒരു രീതിയാണ് എന്ത്? അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ. നമുക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു മേഖലയാണ് എന്ത്? എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇതിൽ നമ്മൾ പ്യുവർ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ആ തിയറീസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ക്ലിയർ. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് എന്താണ്?
ക്ലിനിക്കൽ സൈക്കോളജി അല്ലേ. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആരോഗ്യപരമായിട്ട് അല്ലേ, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ക്ലിനിക്കലി നമ്മളെന്താണ് സൈക്കോളജീനെ യൂസ് ചെയ്യാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് പ്രൊട്ടക്ട് തന്നെ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? മാനസികപരമായിട്ട് ആരോഗ്യമില്ലാത്ത, മാനസികപരമായിട്ട് ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാണ്, കൗൺസിലിങ്ങിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ, അവരെ എന്താണ് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, അതായത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്, സൈക്കോളജിക്കൽ ശാഖയാണ് എന്ത്? ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ. അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഇൻഡസ്ട്രിയുമായിട്ട് വ്യാവസായികപരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ വ്യാവസായികപരമായിട്ടും നമുക്ക് പല തിയറീസിൻ്റെയും ആവശ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ട് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് വളർച്ചയുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതിലൂടെയാണ് നമുക്കും ഇൻഡസ്ട്രിയൽ പരമായിട്ട് ഉയർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഈസ് ക്രിമിനൽ സൈക്കോളജി. ക്രിമിനൽസിന് എങ്ങനെ ഡീൽ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ സാധാരണ, അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാം, അവരെ അതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഓരോരുത്തർ ക്രിമിനലായിട്ട് എങ്ങനെ മാറി, അപ്പോൾ അത്രയും കാര്യങ്ങൾക്കൊക്കെ ഓരോ തിയറീസ് ഉണ്ടാവും അല്ലേ, ഓരോ മനഃശാസ്ത്രപരമായിട്ട് അവരെ പഠിക്കുന്ന ഒരു രീതി. അത്തരം ക്രിമിനൽസിനെ ഡീൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ അവരെ റിക്കവർ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചായിട്ടാണ് ക്രിമിനൽ സൈക്കോളജി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് മിലിറ്ററി സൈക്കോളജി. മിലിറ്ററി സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് മിലിറ്ററി ഫീൽഡിൽ ഈ അപ്ലൈ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ് മിലിറ്ററി സൈക്കോളജി. അതായത് മിലിറ്ററിയിലോട്ട്, ആ ഫീൽഡിലോട്ട് പോകുന്ന ഹ്യൂമൻ ബീയിങ്സ്, അതുപോലെ അവരുടെ ഫാമിലി, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മെൻ്റലി കൊടുക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പോലെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ശാഖയാണ് എന്ത്? ഒരു സൈക്കോളജിക്കൽ ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? മിലിറ്ററി സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് ലാസ്റ്റ് വൺ എന്താണ്? പൊളിറ്റിക്കൽ സൈക്കോളജി അല്ലേ. പൊളിറ്റിക്കൽ എന്താണ്? രാഷ്ട്രീയപരമായിട്ട് അല്ലേ, രാഷ്ട്രീയപരമായിട്ടും നമുക്ക് ഉയർച്ച വേണം. അതായത് ഈ ശാഖകളെല്ലാം മനുഷ്യരെ അല്ലേ, മാനുഷികപരമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഫീൽഡ്സാണ്. അപ്പോൾ രാഷ്ട്രീയവും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഫീൽഡാണ്. ആ ഫീൽഡിലും ആവശ്യമുള്ള തിയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ കണ്ടിന്യൂവേഷൻ പാർട്ട് 3 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.